ഇലക്ഷൻ റിസൾട്ടിന്റെ നിരാശയൊക്കെ ആയിട്ട് വിഷമിച്ചിരുന്നപ്പോഴാണ് കോൺഗ്രസിന്റെ ഓരോ ഫെണ്ണും. ഇലക്ഷൻ റിസൾട്ട് കാരണം തമിഴ്നാട്ടിലെ കൂട്ടുകാരെയൊക്കെ ബ്ലോക്ക് ചെയ്യേണ്ട അവസ്ഥയായിട്ടുണ്ട്. ഇപ്പം ഒരാൾ കഴിഞ്ഞ ദിവസം ഗൂഗിൾ പേയിൽ മെസ്സേജ് അയച്ചിരുന്നു, ബാക്കിയുള്ളതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട്. ഞങ്ങളല്ലേ സിനിമാ നടന്മാരെ ഇലക്ഷന് ജയിപ്പിക്കണത്, തൃശ്ശൂരിൽ നിങ്ങൾ ജയിപ്പിച്ചത് പിന്നെ കാതികനെയാണെന്നൊക്കെ. മലയാളികളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു ആറ്റം പണി പ്രതീക്ഷിക്കാത്തതിന്റെ വിഷമത്തിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അതേ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ ഓരോ കുറുമ്പ്. നടക്കണമെന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? അവിടെ കൂട്ടയടി, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ടടി. അടിയാണെങ്കിൽ അണികൾ തമ്മിലല്ല, ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് മേൽപ്പറഞ്ഞ ഫൈറ്റിന് നേതൃത്വം കൊടുക്കുന്നത്. കെ മുരളീധരൻ തോറ്റതിനെ ചൊല്ലിയാണ് തർക്കം എന്നാണ് അറിയാൻ പറ്റിയത്. മുരളീധരൻ തോറ്റ പേരിൽ കുറച്ച് ദിവസമായിട്ട് അവിടെ ഈ പോസ്റ്റർ പ്രതിഷേധമൊക്കെ നടന്നു വരികയാണ് DCC തന്നെ. അതിൽ TN പ്രതാപനെതിരെയും തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെതിരെയും ഒക്കെ ഡയലോഗുകളുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരം നടന്ന യോഗത്തിനിടയ്ക്കാണ് ഈ മേൽപ്പറഞ്ഞ അടി നടക്കുന്നത്. DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറയും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും കൂടെയാണ് കൂട്ടയടി. ഇതിലാണെങ്കിൽ കോൺഗ്രസിൽ തന്നെ ഭയങ്കരമായ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. സാധാരണ സുധാകര സതീശേതര കോൺഗ്രസ്സുകാരൊക്കെ ഇത് പാർട്ടി പരിശോധിക്കും, ഇലക്ഷൻ കാര്യമൊക്കെ നമ്മൾ അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞ് നൈസിനെ കൈ കഴുകി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മുരളീധരൻ തന്നെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടു. പുള്ളി ആകെ ഇമോഷണലായി. ഞാൻ ഇനി ഈ പരിപാടിക്കില്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ളൊരു മൂഡ്. മാത്രമല്ല, വടകരയിൽ നിന്ന് തൃശ്ശൂർ വന്നത് എന്റെ തെറ്റാണെന്നും പുള്ളി പറഞ്ഞിട്ടുണ്ട്. പണിക്ക് വന്ന രണ്ട് നിഷ്കളങ്കരായ തൊഴിലാളികളാണ് നിങ്ങൾ നിഷ്കരണം ചവിട്ടി പുറത്താക്കിയത്, കള്ളന്മാരെന്ന് ആരോപിച്ചത്. ഇത് ആരൊക്കെ കള്ളക്കളി കളിച്ചതാണെന്ന് പുള്ളിക്ക് അറിയാം. പുള്ളി രാഷ്ട്രീയ പ്രവർത്തനത്തിന് സജീവമാവാനില്ല, എനിക്കിനി ഈ നാട്ടിൽ ഒരു സീറ്റും വേണ്ട, അങ്ങനെയൊക്കെയുള്ള ഡയലോഗ്. പുള്ളിയുടെ ഫ്രസ്ട്രേഷൻ മുഴുവൻ തീർക്കണതായിട്ടാണ് ഇന്നത്തെ പ്രസ് മീറ്റ് കണ്ടത്. ഇതൊരു അച്ചടക്ക ലംഘനമല്ലേ എന്ന ചോദ്യത്തിന് എനിക്ക് ഇത്രേ അച്ചടക്കേ ഉള്ളൂ എന്നും പുള്ളി പറയുന്നുണ്ട്. ഞാൻ പറയാം, എലക്ഷൻ മത്സരിക്കാനുള്ള മൂഡ് എനിക്കില്ല. ഇത്ര അച്ചടക്കമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തെരഞ്ഞെടുപ്പിലൊക്കെ ആരൊക്കെ കള്ളക്കളി കളിച്ചു എന്നൊക്കെ ജനങ്ങൾക്കറിയാം. അതൊക്കെ ജനങ്ങൾ ഭാവിയിൽ പ്രതികരിക്കേണ്ട സമയത്ത് ജനങ്ങൾ പ്രതികരിച്ചോളൂ, അത്ര ഞാൻ പറയുന്നു. അല്ല, അതില് തെറ്റുകാരൻ ഞാൻ തന്നെയാണല്ലോ, പോണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിനകത്തുള്ള തിരിഞ്ഞുകളിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത്രയും നാളും ആളുകൾ ആറാടിയിട്ടിരുന്ന സുരേഷ് ഗോപി എങ്ങനെ ഇത്രയും ഭൂരിപക്ഷത്തിൽ BJP ടിക്കറ്റ് എന്ന് തൃശ്ശൂരിൽ ജയിച്ചെന്ന് ചോറുണ്ണുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലായിട്ടുണ്ട്. ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇപ്പൊ ഈ DCC നടക്കുന്ന അടി കണ്ടപ്പോഴത്തേക്കും മനസ്സിലായി കാണും. ഇതിൽ LDFന് കഴിഞ്ഞ തവണത്തിൽ നിന്ന് കൂടുതൽ വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. UDFനാണെങ്കിൽ 80,000-ലധികം വോട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട്. BJPക്ക് കേരളത്തിൽ ചരിത്രത്തിലില്ലാത്ത അത്രയും റെക്കോർഡ് ഭൂരിപക്ഷം. ആർക്കും സംശയമൊന്നും ഇല്ലല്ലേ? ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസ് കുറേ നാളായിട്ട് ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുരളീധരൻ അത് പ്രോഗ്രാം ചെയ്ത് കിട്ടാൻ കുറച്ച് സമയം എടുത്തന്നേ ഉള്ളൂ. നാട്ടുകാർക്കൊക്കെ കോൺഗ്രസിന്റെ പരിപാടി ഇതൊക്കെയാണെന്ന് അറിയാം. ബ്രോ ആദ്യമായിട്ട് പണി കിട്ടിയതിന്റെ ഒരു സങ്കടത്തിലാണ്. ശരിയായിക്കോളൂ.